നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആവേശം വാനോളം. കരുത്തു തെളിയിച്ച കുളപ്പുള്ളിയിൽ BJPയുടെ റോഡ് ഷോ. ഷൊർണൂർ NDA ഭരിക്കുമെന്ന് സുരേഷ് ഗോപി MP. തൃശൂരിൽ റോഡ് ഷോയുമായി BJP തമിഴ്നാട് വൈസ് പ്രസിഡന്റ് ഖുശ്ബു. കുന്നംകുളം കിഴൂർ ദേവി ക്ഷേത്രത്തിൽ മോഷണം. ദേവി വിഗ്രഹം കവർന്നു. ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെ അലമാരകൾ തകർത്ത നിലയിൽ. ഷൊർണൂർ ഗണേഷ് ഗിരി ക്ഷേത്രത്തിൽ ഉത്സവ നിറവ്. നിരവധി ഭക്തർ പൊങ്കാല സമർപ്പിച്ചു. ഞായറാഴ്ച ക്ഷേത്രത്തിൽ ദൃശ്യമായത് വൻ ഭക്തജന തിരക്ക്. വാർത്തകൾ വിശദമായി. കരുത്ത് തെളിയിച്ച് കുളപ്പുള്ളിയിൽ BJPയുടെ റോഡ് ഷോ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികളുമടക്കം നിരവധി പേർ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഒരു എക്സിറ്റ് പോളിനും മാധ്യമങ്ങൾക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധം ഇത്തവണ NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഷൊർണൂരിൽ 22 സീറ്റ് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഷൊർണൂർ എന്ന സന്ദേശവുമായാണ് ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് NDA സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കുളപ്പുള്ളിയിൽ BJPയുടെ റോഡ് ഷോ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് BJPയുടെ കരുത്ത് തെളിയിക്കാനായി. ഉയർത്തിപ്പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട SG ഇതാ ഈ വാഹനത്തിന്റെ പിറകിൽ ഷൊർണൂർ മാറണം, ഷൊർണൂരിനെ വികസിത ഷൊർണൂരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട SG NDA BJP സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുറന്ന ജീപ്പിൽ സുരേഷ് ഗോപിയും അതിനു മുന്നിൽ 35 NDA സ്ഥാനാർത്ഥികളും പാർട്ടി ജില്ലാ മണ്ഡലം നേതാക്കളും പ്രവർത്തകരും അണിനിരന്നപ്പോൾ കൂടുതൽ കരുത്തുകാട്ടി BJPയുടെ റോഡ് ഷോ. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റി സമാപിക്കുകയായിരുന്നു. നേരത്തെ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രസംഗത്തിൽ ഇത്തവണ ഒരു എക്സിറ്റ് പോളിനും മാധ്യമങ്ങൾക്കും പ്രവചിക്കാൻ വിധത്തിൽ സംസ്ഥാനത്ത് NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതിനുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. ഷൊർണൂരിൽ 22 സീറ്റ് നേടും. അങ്ങനെ ഒരു വികസിത ഷൊർണൂരാക്കി മാറ്റാൻ NDAക്ക് കഴിയുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ ആകമാനം സഞ്ചരിച്ച്, കാരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു എക്സിറ്റ് പോളിനും നിർവചിക്കാൻ കഴിയാത്ത ഒരു ഫലപ്രഖ്യാപനമാണ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നല്ല അവലോകനത്തിനും നല്ല അനാലിസിസിന് ശേഷം അവരവരുടെ മനസ്സിൽ നിശ്ചയദാർഢ്യത്തോടെ ചില തീരുമാനങ്ങളിലെത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എൻ്റെ രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ ഇത്തവണ ഒരുപക്ഷെ വളരെ ഇംപ്രസീവായിട്ട്, വളരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മുന്നേറ്റം നടത്താനുള്ള അന്തരീക്ഷം സംജാതമായിട്ടുള്ളത് തന്നെയാണ്. ഒരു വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. പാർട്ടി പ്രവർത്തകർ പുറമെ നിരവധി പേരാണ് സുരേഷ് ഗോപിയെ കാണാനായി കുളപ്പുള്ളിയിലെത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിൽ BJP മികച്ച വിജയം നേടുമെന്ന് തമിഴ്നാട് BJP വൈസ് പ്രസിഡന്റ് ഖുശ്ബു. LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ടെന്നും ഖുശ്ബു പരിഹസിച്ചു. കേരള സർക്കാർ വട്ടപൂജ്യമാണെന്ന് ഖുശ്ബു പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നത് മുഖ്യമന്ത്രിയുടെ സ്വപ്നമാണ്. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണെന്ന് ഖുശ്ബു പറഞ്ഞു. കേരളത്തിൽ LDF അവസാനിക്കുകയാണെന്നും ഖുശ്ബു കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആധുനിക അറവുശാല മുതൽ സാറ്റലൈറ്റ് നഗരം വരെ വിഭാവനം ചെയ്ത് പാലക്കാട് നഗരസഭ LDF പ്രകടന പത്രിക പുറത്തിറക്കി. മറ്റുള്ളവരുടെ വികസന പദ്ധതിക്കുമേൽ കയറിയിരുന്നാണ് BJP വോട്ട് തേടുന്നതെന്ന് LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി CP പ്രമോദ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ 750 കോടി രൂപയുടെ വികസനമാണ് നഗരവികസനത്തിനായി ചെലവഴിച്ചതെന്നും എന്നാൽ 10 വർഷം നഗരസഭ ഭരിച്ച BJP ജരാനര ബാധിച്ച നഗരമാക്കി മാറ്റിയെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാതിവഴിയിൽ നിൽക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് LDF ലക്ഷ്യം വയ്ക്കുന്നത്. ടൗൺ ഹാൾ, ബസ് സ്റ്റാൻഡുകളുടെ നവീകരണം ഉൾപ്പെടെ പാതിവഴി നിൽക്കുന്ന പ്രവൃത്തികൾ 6 മാസത്തിനകം പൂർത്തിയാക്കും. കൃഷി, ആരോഗ്യം, വിനോദം, വിജ്ഞാനം, ഗതാഗതം, പ്രവാസിക്ഷേമം, സാമൂഹ്യക്ഷേമം, വ്യവസായം, വാണിജ്യം തുടങ്ങി സമസ്ത മേഖലയുടെയും വികസനമാണ് LDF ലക്ഷ്യം വയ്ക്കുന്നത്. LDF ഭരിക്കുന്ന നഗരസഭകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെ വികസനങ്ങളുടെയും മാതൃകയാക്കിയാണ്
LDF പാലക്കാട് നഗരത്തിൽ വികസനം നടപ്പിലാക്കിയതെന്നും CP പ്രമോദ് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡുകൾ നവീകരിക്കപ്പെടും. എല്ലാം സമയബന്ധിതമായി പരിപാടികൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പുറമെയാണ് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നിങ്ങൾക്ക് അറിയാം, 10-20 വർഷമായിട്ട് അങ്ങനെ കിടക്കില്ല. ഇന്നിപ്പോൾ അവിടെ അതിൻ്റെ പരിസരത്ത് പോയാൽ എന്താണ് സ്ഥിതി? ഒന്ന്, സെപ്റ്റിക് ടാങ്ക് വണ്ടികൾ, ആ മഞ്ഞ നിറത്തിലുള്ള വണ്ടികൾ പാർക്ക് ചെയ്തൊരു കേന്ദ്രമായി നിർമ്മിച്ചില്ല. ഇവിടെ കുട്ടികൾ കളിക്കേണ്ട സ്ഥലമല്ലേ? പാലക്കാട്ടുകാർക്ക് കായിക സ്വപ്നങ്ങളില്ലേ? നന്നാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ. അതിനകത്തൊരു എന്തെങ്കിലും ഒരു ടൂർണമെന്റ് നടന്നിട്ട് എത്ര കാലമായി? ഈ കഴിഞ്ഞ 10 വർഷം ഒന്നും നടന്നില്ല. ഇത്രയും കണ്ണായ സ്ഥലത്ത് ഇത്രയും വലിയ സൗകര്യം ഉണ്ടായിട്ടും അതിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഇവിടെ ടി കെ നൗഷാദ് സൂചിപ്പിച്ചതുപോലെ മറ്റ് നഗരസഭകളൊക്കെ ഏത് രൂപത്തിലാണ് ഇതിനെ കാണുന്നത്? ലാലൂരുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. CPM ജില്ലാ സെക്രട്ടറി അംഗം TK നൗഷാദ്, LDF മുനിസിപ്പൽ ചെയർമാൻ മുരളി K താരേക്കാട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം ടൗണിൽ ആകാശപാത നിർമ്മിക്കുന്നതടക്കം നിരവധി വാഗ്ദാനങ്ങളുമായി NDA പ്രകടന പത്രിക പുറത്തിറക്കി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ പത്രിക പ്രകാശനം ചെയ്തു. പഞ്ചായത്തിൽ കോൺഗ്രസ് CPIM കൂട്ടുകെട്ടെന്നും വേണുഗോപാൽ പറഞ്ഞു. അർഹമായ എല്ലാവർക്കും പാർപ്പിടം, തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാൻ പ്രത്യേക പദ്ധതി, മുഴുവൻ വീടുകളിലും സൗജന്യ കുടിവെള്ളം, വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വാണിയംകുളം ടൗണിൽ ആകാശപാത തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികയാണ് ശനിയാഴ്ച ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൽ വെച്ച് പുറത്തിറക്കിയത്. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കോൺഗ്രസ് CPM കൂട്ടുകെട്ടാണ് വാണിയംകുളം പഞ്ചായത്തിലുള്ളതെന്നും വേണുഗോപാൽ പറഞ്ഞു. വികസനത്തിന് 100 കൂട്ടം അവസരങ്ങൾ ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ, ഗുണപ്രദമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ വാണിയംകുളം പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുമ്പോൾ അത് ഇപ്പോഴത്തെ ശക്തമായ പ്രതിപക്ഷമായ അല്ലെങ്കിൽ ഏക പ്രതിപക്ഷമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ വാണിയംകുളം പഞ്ചായത്തിൻ്റെ ഭരണം ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വെസ്റ്റ് ജില്ലാ സെക്രട്ടറി N മണികണ്ഠൻ, മേഖലാ സെക്രട്ടറി AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജൻ, ഏരിയ സെക്രട്ടറി P സുനിൽകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളം കിഴൂർ ദേവി ക്ഷേത്രത്തിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നു. അലമാരകൾ തകർത്ത നിലയിലാണ്. കീഴൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. മോഷ്ടാവ് കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. പുലർച്ചെ 5 മണിയോടെ അമ്പലത്തിലെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. അമ്പല കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹമാണ് കവർന്നത്. പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം അമ്പലത്തിലെ ഭണ്ഡാരവരവ് എണ്ണിത്തിട്ടപ്പെടുത്തി ഇന്നലെ കൊണ്ടുപോയിരുന്നു. സമിതി ഓഫീസിലെ പൈസ സെക്രട്ടറി വീട്ടിലേക്കും കൊണ്ടുപോയി. ഇതിനാൽ കാര്യമായി പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ബിനീഷ് നെടിയോടത്ത് അറിയിച്ചു. കമ്മിറ്റി ഭാരവാഹികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ഗണേഷ് ഗിരി മഹാഗണപതി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. ഷൊർണൂർ ഗണേശഗിരി മഹാഗണപതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഞായറാഴ്ച പൊങ്കാല സമർപ്പണം നടന്നത്. ക്ഷേത്രം മേൽശാന്തി നേതൃത്വം നൽകി. തുടർന്ന് വഴിപാട് നടത്തിയ സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. നിരവധി ഭക്തരാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ വേലുക്കുട്ടിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണവും നടക്കും. 14 ഞായറാഴ്ച ഉത്സവത്തിന് സമാപനം കുറിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മരുന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ഓപ്പറേഷൻ ഡബിൾ ചെക്ക് എന്ന പേരിൽ നടത്തിയ പരിശോധനയെ സ്വാഗതം ചെയ്യുന്നതായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ. മരുന്നുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പൊതുജനം ബോധവാന്മാരാകണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് C കൃഷ്ണകുമാർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. GST നടപ്പിലായതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഗുണനിലവാരമില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ കേരളത്തിലെത്തുന്നുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് കൃഷ്ണദാസ് പറഞ്ഞു. GSTയിലെ പഴുതുകൾ മുതലെടുത്താണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജമരുന്നുകൾ കേരളത്തിലെത്തുന്നത്. അംഗീകൃത മരുന്ന് കമ്പനിയുടെ പേരും
ചിഹ്നം വ്യാജമായി ഉപയോഗിച്ചാണ് വ്യാജമരുന്ന് നിർമ്മാണം. സർക്കാർ അംഗീകരിച്ച ലാഭവിഹിതത്തിൽ കൂടുതൽ ലാഭമെടുക്കുന്നതും അമിത വിലക്കുറവിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന മരുന്ന് ഷോപ്പുകളിലും തുടരെയുള്ള പരിശോധന ആവശ്യമാണ്. മരുന്ന് ഉൽപ്പാദന വിപണന മേഖലകളിലും പരിശോധന സംവിധാനങ്ങളും സർക്കാർ ഇടപെടൽ നിരന്തരം ഉണ്ടാകണം. പാലക്കാട് പിടിച്ചെടുത്ത കേരള മെഡിക്കൽ കോർപ്പറേഷൻ വിതരണം ചെയ്ത മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തതായിരുന്നു. പൊതുജനം QR കോഡ് പരിശോധിച്ച് മരുന്ന് വാങ്ങിച്ചാൽ ഒരു പരിധിവരെ വഞ്ചനയിൽ നിന്നും ഒഴിവാകാൻ കഴിയും. ഡ്രഗ്സ് കൺട്രോൾ ഇൻസ്പെക്ടർമാരുടെ കുറവും വാഹനമില്ലായ്മയും പരിശോധനയെ ബാധിക്കുന്നുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കഴിഞ്ഞ ഒരു പ്രാവശ്യം സെറോഫ്ലോയുടെ ഒരു ബാച്ച് 30 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്പ്യൂരിയസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വ്യാജ മരുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടുള്ള ഒരു മരുന്ന് പിടിക്കുകയും അതിൽ വലിയ ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്തു. അത് സപ്ലൈ ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്തുള്ള ഒരു ആശ്വാസ് ഫാർമയിലേക്കാണ്. ആശ്വാസ് ഫാർമ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു വലിയ ചെയിനാണ്, റീറ്റെയിൽ ശൃംഖലയാണ്. ഒരു 10-400ഓളം ബ്രാഞ്ചുള്ള ഒരു ശൃംഖലയാണ്. അവർ ആക്ച്വലി സിപ്ലയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അവർക്ക് ആക്ച്വലി സിപ്ലയുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ സിപ്ലയുടെ ഒറിജിനൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. അവർക്ക് സിപ്ലയിൽ നിന്ന് മരുന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അവർ പക്ഷേ ഈ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് സിപ്ലയുടെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലാത്ത തൃശ്ശൂരുള്ള ഒരു മെഡുവൽ ഫാർമ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. സെക്രട്ടറി പ്രദീപ് AK, സംസ്ഥാന കമ്മിറ്റി അംഗം ദിലീപ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം മോഹൻദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കേരളം BRC പഴയന്നൂരിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തി നീള ബോട്ട് ക്ലബ്ബിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. ആറങ്ങോട്ടുകര പാഠശാല M ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കഥയരങ്ങിലൂടെ സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നമ്മൾ ഡിസംബർ 3-ന് എല്ലാ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തുകൊണ്ട് തിരുവില്ലാമല ആനമല ഹോം സ്റ്റേയിലും പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ എല്ലാ കുട്ടികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ 2ാം ദിവസത്തെ പ്രോഗ്രാമാണ് സായാഹ്ന സദസ്സ്. ഇവിടെ നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കഥയരങ്ങ് അവതരിപ്പിക്കുന്നത് ആറങ്ങോട്ടുകര പാഠശാല സംഘമാണ്. BRC പഴയന്നൂർ BPC പ്രമോദ് K അധ്യക്ഷത വഹിച്ചു. ബിപിൻ, കാർത്തിക, കിഷൻ കാർത്തിക് എന്നിവർ അവതരിപ്പിച്ച കഥയരങ്ങ് കുട്ടികൾക്ക് ഏറെ ആസ്വാദകരമായിരുന്നു. BRC പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിലെത്തിയ ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും കേക്ക് മുറിച്ചുകൊണ്ട് സൗഹൃദം പങ്കിട്ടു. ചെറുതുരുത്തി നീള ബോട്ട് ക്ലബ്ബ് സെക്രട്ടറി ജിതേഷ് KN, BRC ട്രെയിനർ ചാന്ദിനി VP, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശർമിള PN എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി രക്ഷിതാക്കളും ഭിന്നശേഷി വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഇവർക്ക് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നീള ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, അഞ്ചാര കുഞ്ചു എന്ന പേരു വന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആവേശം വാനോളം. കരുത്തു തെളിയിച്ച കുളപ്പുള്ളിയിൽ BJPയുടെ റോഡ് ഷോ. ഷൊർണൂർ NDA ഭരിക്കുമെന്ന് സുരേഷ് ഗോപി MP. തൃശൂരിൽ റോഡ് ഷോയുമായി BJP തമിഴ്നാട് വൈസ് പ്രസിഡന്റ് ഖുശ്ബു. കുന്നംകുളം കിഴൂർ ദേവി ക്ഷേത്രത്തിൽ മോഷണം. ദേവി വിഗ്രഹം കവർന്നു. ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെ അലമാരകൾ തകർത്ത നിലയിൽ. ഷൊർണൂർ ഗണേഷ് ഗിരി ക്ഷേത്രത്തിൽ ഉത്സവ നിറവ്. നിരവധി ഭക്തർ പൊങ്കാല സമർപ്പിച്ചു. ഞായറാഴ്ച ക്ഷേത്രത്തിൽ ദൃശ്യമായത് വൻ ഭക്തജന തിരക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.